അപ്പോൾ ഗൈസ്, കഴിഞ്ഞ നമ്മുടെ എവിക്ഷൻ ഉണ്ടല്ലോ, എവിക്ഷനിൽ നമ്മുടെ ലാലേട്ടനും നമ്മുടെ ബിഗ് ബോസ് ടീമും എടുത്ത ഒരു പ്രോപ്പർ ഡിസിഷൻ ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഗൈസ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രേണു ചേച്ചി എവിക്റ്റ് ആയ ദിവസമാണ് കഴിഞ്ഞ ആഴ്ച. അപ്പം രേണു ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് 2 വീക്കിൽ ഫ്ലവർ അല്ല ഫയറാന്ന് തെളിയിച്ച ആൾ തന്നെയാണ്. ഫസ്റ്റ് 2 വീക്ക് അടിപൊളിയായിട്ട് രേണു ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ രേണു ചേച്ചിയെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ഡൗട്ടായിരുന്നു. അതുപോലെ നമ്മുടെ രേണു ചേച്ചി സൈലൻ്റ് ആയിരുന്നു. ശരിക്കും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ അല്ലായിരുന്നു നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഗൈസ് അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എവിക്ഷൻ നടന്ന വീക്കാണെന്ന് ഞാൻ പറയാനുള്ള റീസൺ. ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ പോകാൻ യോഗ്യതയുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സാബുമാനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് സാബുമാൻ്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ കാണാനേ ഇല്ല. ശരിക്കും സാബുമാനോട് കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ സാബുമാൻ പറഞ്ഞു ഞാൻ കളി കണ്ടിരുന്ന് പഠിക്കുവാണെന്ന്. അപ്പോൾ ലാലേട്ടൻ വാർണിംഗ് ചെയ്തായിരുന്നു, ഇങ്ങനെ കണ്ടിരുന്ന് പഠിച്ചാൽ സീസൺ തീർന്നു പോവുമല്ലോ എന്ന്. ശരിയാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാനാണെങ്കിൽ ഇങ്ങനെ വൈൽഡ് കാർഡായിട്ട് എൻട്രി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? കമൻറ്റ് ബിലോ.